അതാണ് എൻ്റെ ഫ്രണ്ട് സന്ദീപിന്റെ വീട്. അവൻ അവിടെ ലീവിന് വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. ഏട്ടാ നമ്മളൊന്നും വാങ്ങിച്ചില്ലല്ലോ. അതൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സും ചോക്ലേറ്റും. ആഹാ, ചോക്ലേറ്റ് ഉണ്ടോ? വീട്ടിൽ പോകുമ്പോൾ വാങ്ങിച്ചു തരണേ അച്ഛാ. അച്ഛാ, എനിക്ക് ഡയറി മിൽക്ക് സിൽക്ക് മതി. അയ്യോ, അപ്പോഴേക്കും ഇവിടെ ഒരു ഭാഗം വെക്കൽ തുടങ്ങി. നടക്കും മീനു, പോയി ബെല്ലടിക്കും. ആരാ ഇത്? രാജുവോ? ഹായ് മീനു. രണ്ടുപേരും വീട്ടിൽ തന്നെ ഇരിക്കണോ? പുറത്തൊന്നും പോവാറില്ലേ? ഷോപ്പിംഗ് ഒക്കെ പോവാറുണ്ട് മീനു. ഇന്നലെ പോയി വന്നേ ഉള്ളൂ. സന്ദീപ്, നീ വിളിച്ചോണ്ട് മാത്രമേ ഞാൻ ഇന്ന് വന്നേ. നാളെ വരണമെന്നാ വിചാരിച്ചേ. രാവിലെ ഇറങ്ങി പുറപ്പെട്ടതാ. ഇപ്പൊ കഴിഞ്ഞുള്ളൂ ഇവരുടെ ഷോപ്പിംഗ്. എനിക്ക് സർവത്താവും കിട്ടുന്നത് അല്ലേ അമ്മേ? അല്ല കിച്ചു, ജ്യൂസ് ആയിരിക്കും. മിണ്ടാതിരിക്കുക, അവരെങ്ങാനും കേട്ടാൽ. നിങ്ങൾ 3 പേരും എന്നെ നടിപ്പിക്കല്ലേ. എനിക്ക് സർവത്ത് മതി. നിനക്ക് കിട്ടുന്ന ജ്യൂസ് തന്നെ ആയിരിക്കും. നല്ലൊരു കട്ടൻ ചായ കുടിക്കാനാണ് തോന്നുന്നത്. നിനക്ക് വെള്ളം തരുമ്പോൾ ചായ മതി എന്ന് പറഞ്ഞളാ. അച്ഛന് ചായ വെക്കാൻ പറയുമ്പോൾ എനിക്ക് സർവത്ത് മതി എന്ന് അമ്മ പറയണം. ഇതെന്താ കൂളിംഗ് ഷോപ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നേ? അച്ഛനെ മിക്കവാറും സന്ദീപേട്ടൻ ഇട്ട് തൂക്കും. അവര് വരുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്ക്. ജ്യൂസ് കുടിക്കൂ. കിച്ചു, നിനക്കുള്ള പണി കിട്ടി. നീയാണ് എല്ലാത്തിനും കാരണം. നീ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ കയ്യിലല്ലേ ഫോൺ ഉള്ളത്, സന്ദീപേട്ടന്റെ നമ്പറും. നീ വിചാരിച്ചാൽ നിനക്ക് ഫോണും വേണ്ട, നമ്പറും വേണ്ട. നിനക്ക് സംസാരിക്കാൻ കഴിയും. അതെ, എനിക്ക് സംസാരിക്കാൻ കഴിയും. കാരണം ഞാനൊരു മനുഷ്യനാണ്. എന്താ നിങ്ങൾ ജ്യൂസ് പിടിച്ചിരിക്കുന്നേ? ജ്യൂസ് കുടിക്കേ. ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ മാളു? സോഡ ഒഴിച്ചിട്ടുണ്ട്, അതല്ലേ നീ ടേസ്റ്റ് എന്ന് പറഞ്ഞത്? ഇന്ന് നിങ്ങൾ ഇവിടെ നിൽക്കൂ, നാളെ പോവാം കേട്ടോ. അയ്യോ, രാത്രി അപ്പു വരും, പോവാതിരിക്കാൻ പറ്റില്ല. മീനു, നീ ഇവിടെ ആദ്യമായില്ലേ വരുന്നേ? അപ്പുവിനോട് ഇങ്ങോട്ട് വരാൻ പറ. ഇന്ന് ഇവിടെ നിന്ന് നാളെ പോവാം നിങ്ങൾക്ക്. അതൊന്നും ഇപ്പൊ ഒന്നും നടക്കില്ലടോ, നമുക്ക് പിന്നെ നോക്കാം. സന്ദീപ്, നീ എന്നാ ജോയിൻ ചെയ്യുന്നേ? 3 മാസം കൂടെ ഉണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെടാ. അച്ഛാ, ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം, വീടൊക്കെ കാണട്ടെ. മീനു, നിന്റെ ചുരിദാർ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ദിയ. നീ ഇന്നലെ ഷോപ്പിംഗ് ചെയ്ത് എന്താ എടുത്തേ? ഏട്ടൻ പറഞ്ഞിട്ട് ഞാനൊരു സാരി എടുത്തിട്ടുണ്ട്. ആഹാ, സാരിയോ? ഫംഗ്ഷൻ ഉണ്ടോടി? ഫംഗ്ഷൻ ഉണ്ട്, സൺഡേ കല്യാണാണ്. ആണോ? നമുക്ക് അവിടെയും കല്യാണമുണ്ട്. പിന്നെ നീ എന്താ വാങ്ങിച്ചേ? ഏട്ടൻ ഒരു ചുരിദാർ എടുത്ത് തന്നിട്ടുണ്ട്. എന്തൊരു സുഖമാ ഇവിടെയൊക്കെ കാറ്റുകൊണ്ടിരിക്കാൻ. നമുക്ക് 4 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതിയായിരുന്നു. നീ അറിയോ രാജു, ഇന്നലെ എത്ര കാശ പൊട്ടിയതെന്ന്? മെല്ലെ പറയ് സന്ദീപേ, എന്റെ കാശും ഇന്ന് ഒരുപാട് പൊട്ടി. നമ്മൾ നാട്ടിൽ വരുന്നത് സേഫല്ല. ക്യാഷ് തീരുന്നത് അറിയേയില്ല. ഇവരെ ഷോപ്പിങ്ങിന് നടത്തിയാൽ മതി ക്യാഷ് തീരാൻ. അത് പിന്നെ നമ്മൾ വന്നാലല്ലേ ഇവർക്ക് തൃപ്തിയായി ഷോപ്പിംഗ് നടത്താൻ പറ്റൂ. നീ ഒന്നും മിണ്ടാതിരിക്ക്. അതൊക്കെ ശരിയാ. ഈ ലിപ്സ്റ്റിക്ക്, മേക്കപ്പ് സെറ്റ്, മാമാത്തൊലി, അതൊക്കെയാ ദേഷ്യം വരുന്നേ. അതൊക്കെ കല്യാണത്തിന് മുമ്പ് നീ അതൊക്കെ ചെയ്തതല്ലേ? അന്ന് നിനക്ക് വലിയ ഇഷ്ടമായിരുന്നല്ലോ. അത് പിന്നെ അന്ന് അവളുടെ അച്ഛനല്ലേ വാങ്ങിച്ചു കൊടുത്തേ, ഇന്ന് ഞാനല്ലേ വാങ്ങിക്കുന്നേ. കാശ് പിന്നെ ചെലവാക്കാനുള്ളത് തന്നെയല്ലേ. നീ ഒന്നും മിണ്ടാതിരുന്നേ. അവൾ എപ്പോഴും പറയുന്നതാ നിന്നെ കണ്ടു പഠിക്കാൻ. മീനാക്ഷി ദിയക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ആണോ? പെണ്ണുങ്ങളല്ലേ, എല്ലാം പറയുന്നുണ്ടാവും. അതെന്താ സന്ദീപൻ നീ അങ്ങനെ പറയുന്നേ? നമ്മൾ ആണുങ്ങളല്ലേ, എന്നിട്ട് നമ്മൾ തമ്മിൽ എല്ലാം പറയുന്നുണ്ടല്ലോ. അത് ശരിയാണല്ലോ, ഞാൻ എന്തൊരു മണ്ടനാ. ഏട്ടാ, നമുക്കൊരു ഫോട്ടോ എടുത്താലോ എല്ലാവരും കൂടി നിന്ന്? അതെന്താ നീ ചോദിക്കാത്തേന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. അപ്പൊ ഞങ്ങൾ പോട്ടെ, പിന്നെ കാണാം ദിയ. നിങ്ങൾ നിൽക്കുന്നില്ലേ? രാത്രിയിലെ ഫുഡ് കഴിച്ചിട്ട് പോകാം മീനു. വേണ്ട ദിയ, അതൊക്കെ പിന്നൊരിക്കലാവാം. അപ്പൊ എത്തിയിട്ടുണ്ടാവും. ഓക്കെ സന്ദീപ്, ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ ചേച്ചി. ഓക്കെ മോളു, വരണം കേട്ടോ. ഒരു ദിവസം അച്ഛനോട് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വന്ന് നിൽക്കാം ചേച്ചി. ഹായ് മിടുക്കൻ, വരണം കേട്ടോ. ഓക്കെ ചേച്ചി, ബൈ.